വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അരുണയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ മൂർത്തിയാണെങ്കിൽ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവരികയാണ്. അന്നേരം അമ്മയും അരുണയൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മൂർത്തി പിടിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്. അന്നേരം 1-2 ചെക്കപ്പ് ചെയ്യാൻ പോയെന്നേ ഉള്ളൂ, എന്നെ രോഗിയാക്കിയൊന്നും വേണ്ട എന്നൊക്കെ, ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം ഈ ദുർഗയും വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നീ വന്നിട്ടുണ്ടോ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോൾ എന്താ വന്നത്, കുഴപ്പമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നുമല്ല പറഞ്ഞാൽ സംസാരിക്കുന്നുണ്ട്. അന്നേരം എന്നെ ആരും പിടിക്കുകയൊന്നും വേണ്ട, ഞാൻ തനിയെ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ്റെ മുറിയൊക്കെ വൃത്തിയാക്കി ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് അരുണ പറയുമ്പോൾ എല്ലാവരും കൂടി എന്നെ എന്നേക്കുമായി കിടത്താനുള്ള പ്ലാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മൂർത്തി പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല, അച്ഛൻ വന്നേ ഞാൻ റൂമിൽ കൊണ്ടുവന്ന് കിടത്താമെന്നും പറഞ്ഞ് മൂർത്തിയും അരുണയും കൂടി ഈ അച്ഛനെ കൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ദുർഗയ്ക്കാണെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം അമ്മ പറയുന്നുണ്ട് നീ സ്കൂളിൽ നിന്ന് വന്നതല്ലേ, ചായ തരാം. അന്നേരം സ്കൂൾ മാനേജർക്ക് ചായ അവിടെ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടും, പിന്നെ ഞാൻ വരുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അന്നേരം ചായ കുടിച്ചിട്ട് പോയടിയെന്ന് അമ്മ പറയുമ്പോൾ പിന്നെ ചായ അമ്മയുടെ മരുമോ കൊണ്ടുപോയി കൊടുക്കും, വല്ലാതെ സ്നേഹം അങ്ങോട്ട് അഭിനയിച്ചിരിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അടുത്ത് കുറച്ചേരം ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അന്നേരം മാറാതെ 2 പേര് നിൽക്കുകയല്ലേ, അവരിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ദുർഗ അങ്ങ് പോവുകയാണ്. തുടർന്ന് മൂർത്തിയാണെങ്കിൽ റൂമിലേക്ക് ചെന്നിട്ട് ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അന്നേരം അരുണ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അന്നേരം വളരെ ക്രിട്ടിക്കലാണ്, ക്യാൻസർ അച്ഛൻ്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു, 3-4 മാസം, അത് പറയാനാണ് ഡോക്ടർ വിളിപ്പിച്ചത്, ഒന്ന് ഉറപ്പിക്കാനായിട്ട് 1-2 ടെസ്റ്റുകളും എന്ന് പറയുന്നുണ്ട്. അന്നേരം അമ്മ ഇതെങ്ങനെ സഹിക്കുമെന്നും പറഞ്ഞ് അരുണ ആകെ സങ്കടത്തിലാണ്. അന്നേരം പറയണം, അമ്മയോടും പറയണം, ചേച്ചിയോടും പറയണം, എന്നെക്കൊണ്ട് പറയാൻ കഴിയില്ല, നീ എന്തായാലും പറഞ്ഞേ മതിയാകൂ, അല്ലെങ്കിൽ പിന്നീട് അതൊരു ചോദ്യം വരും, നിന്നെക്കൊണ്ടേ അത് കഴിയൂ എന്നിങ്ങനെ മൂർത്തിക്ക് ആ ഒരു അച്ഛൻ്റെ അവസ്ഥ അമ്മയും സഹോദരിയും പറയിക്കാനായിട്ട് അരുണയെ ഏൽപ്പിക്കുകയാണ് മൂർത്തിയോട് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ശാരീരിയുടെ അടുത്ത് ഗോപാലകൃഷ്ണൻ എത്തുന്നുണ്ട്. അന്നേരം മോൾ ഇങ്ങനെ അധികകാലം കിടക്കില്ല, എല്ലാം ശരിയാവും എന്ന് പറയുകയാണ്. അന്നേരം എത്രയും തുക ഓപ്പറേഷനുള്ള പണം എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാവും, മഹാദേവൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാം നടക്കും, നിൻ്റെ അമ്മ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളതല്ലേ, എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അന്നേരം ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ കുട്ടിയും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് കുട്ടിയെ കൊണ്ട് ശാരീരിയുടെ അടുത്തേക്ക് ഇരുത്തി കൊടുക്കുകയാണ്. അന്നേരം എൻ്റെ മോളെ എന്നും പറഞ്ഞ് കുഞ്ഞിനെ തലോടുകയും ഉമ്മയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം എന്തൊരു ഗതികേടാണ് എൻ്റേത്, എൻ്റെ മോളെ ഒന്ന് എടുക്കാൻ പോലും എനിക്കാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണന് സങ്കടം വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് പിന്നെ ശാരിക പറയുന്നുണ്ട് എനിക്ക് നിന്നോട് മാത്രമായിട്ടൊരു കാര്യം പറയാനുണ്ട്, ഇവളെ കൊണ്ട് എന്നെ അമ്മയെന്ന് വിളിപ്പിക്കരുതെന്ന് പറയുകയാണ്. അന്നേരം അമ്മയെന്നല്ല പിന്നെ എന്താ വിളിപ്പിക്കാമെന്നും പറഞ്ഞ് ആദ്യം ശാലിനിക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം വേണ്ട, ഇത്രയും ഗതികെട്ട് എപ്പോഴും കട്ടിലിൽ തന്നെ കിടക്കുന്ന ഒരു അമ്മ ഇവൾക്ക് വേണ്ട, നിൻ്റെ മോളായിട്ട് വളർന്നാൽ മതി, കളക്ടർ ശാലിനിയുടെ മകൾ, അപ്പോൾ ഇവൾക്കൊരു ആദരവ് കിട്ടും, എൻ്റെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ അറപ്പും വെറുപ്പും ഒക്കെ തോന്നും, നിൻ്റെ മക്കളുടെ കൂടെ വളർന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശാരി ചേച്ചി അങ്ങനെയൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, എൻ്റെ മോളെ പോലെ തന്നെ വളരും, എൻ്റെ കുട്ടികളുടെ കൂടെ തന്നെ, പക്ഷെ അത് ശാരി ചേച്ചി നടക്കുന്നത് വരെ, സുഖമാവുന്നത് വരെ മാത്രം, അത് കഴിഞ്ഞ് ചേച്ചി കുഞ്ഞിനെ ഇരുത്തിക്കൊണ്ട് നമ്മുടെ മുറ്റത്തൂടെയൊക്കെ നടക്കും, അതൊക്കെ ശരിയാവുമെന്ന് പറയുകയാണ്. പക്ഷെ അന്നേരവും ശാരികയ്ക്ക് ആകപ്പാടെ ഒരു പ്രതീക്ഷയില്ല, നീ വളർത്തിയാൽ മതി, രാജീവ് ഏട്ടൻ്റെ ആൾക്കാരാണെങ്കിൽ കുഞ്ഞിനെ കൊല്ലാൻ വരെ നടക്കുകയാണ്, നീ ആർക്കും കൈവിട്ട് കൊടുക്കരുത്, നിൻ്റെ മോളായിട്ട് വളർത്തണേ എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് പിന്നെ ശാരിയാണെങ്കിൽ ശാലിനിയോട് സംസാരിക്കുകയാണ്. ശാലിനിക്ക് ആകപ്പാടെ വിഷമം വരുന്നുണ്ട്. ഈ കുട്ടി പിന്നീട് ശാരിക അടുത്തേക്ക് ഇങ്ങനെ കിടത്തി കൊടുക്കുകയാണ്. കുട്ടി അങ്ങ് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടെ അരുണയാണെങ്കിൽ അമ്മയോട് വന്ന് അച്ഛൻ്റെ കാര്യം പറയാനായിട്ട് വരുമ്പോൾ എനിക്കറിയാം നീ എന്താണ് പറയാൻ വരുന്നതെന്ന്, വഴിപാട് നടത്തണമെന്നല്ലേ, നാളെ തന്നെ നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാം, എന്താ പോകാൻ റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അരുണ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. അന്നേരം അകത്ത് നിന്നും അച്ഛൻ കാർത്തിയാനി എന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ഈ അരുണയും മൂർത്തിയും കൂടി അച്ഛനടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം എൻ്റെ കാര്യം കാർത്തിയാനിയോട് പറഞ്ഞു ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം എനിക്കറിയാം നിങ്ങളെ കൊണ്ടത് പറയാനായിട്ട് സാധിക്കില്ല, ഈ വീട്ടിനെ ചുറ്റിപ്പറ്റി എന്തോ ദോഷങ്ങളുണ്ട്, പിന്നെ സുബ്രഹ്മണ്യൻ തിരുമുൽപ്പാടിനെ ഒന്ന് പോയി നിങ്ങൾ പോയി കാണണം, എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം, എന്നിട്ട് എനിക്കൊന്ന് കാണണമെന്നുകൂടി പറയണം, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇവിടുത്തെ ദോഷങ്ങളൊക്കെ മാറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം മൂർത്തിയും അരുണയും ഒക്കെ ആകെ വിഷമിച്ച് അച്ഛൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ രാജേന്ദ്രന് ശാന്തയാണെങ്കിൽ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം എന്താ ചോദിക്കുമ്പോൾ ദോശ എന്ന് പറയുകയാണ്. അന്നേരം എന്തിനാ എൻ്റെ മുന്നിൽ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ദേഷ്യപ്പെടുക. അന്നേരം കഴിക്കുക, എന്താ നിങ്ങൾക്ക് ആഹാരം വേണ്ടേ ചോദിക്കുകയാണ്. അന്നേരം ഇങ്ങനെ ചാകാൻ പോണേ എനിക്ക് ആഹാരം എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ കൊടുക്കാനായിട്ട് പറ്റില്ല എന്നങ്ങ് പറഞ്ഞൂടെ, അവരോട് പറഞ്ഞൂടെ എന്ന് പറയുകയാണ്. അന്നേരം നീ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലല്ലോ, ഞാൻ അല്ലെങ്കിൽ വാങ്ങിച്ചത് കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന്. അന്നേരം അതെങ്ങനെയെങ്കിലും കൊടുക്കാൻ നിങ്ങളുടെ സമാധാനം ഉണ്ടാക്കുമെന്ന് പറയുകയാണ്. അന്നേരം രാജേന്ദ്രൻ വീണ്ടും ഭയപ്പെടുന്നുണ്ട്, നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, പിന്നെ
പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം കൂടി നോക്കണ്ടേ, അവിടെ നിന്ന് നല്ലൊരു തുക കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എൻ്റെ അസുഖം ഭേദമാക്കാം, പിന്നീട് എനിക്ക് എന്ത് പണിക്ക് വേണമെങ്കിലും പോകാമല്ലോ, പിന്നെ ഞാനും നീയും കൂടി ജോലിക്ക് പോകുമ്പോൾ രണ്ടുപേരുടെയും കൂടി വരുമാനമാകുമ്പോൾ നല്ലൊരു തുക കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം, കടങ്ങളൊക്കെ കുറേശ്ശെ തീർക്കാം. ഇങ്ങനെ എന്നും ഈ ദാരിദ്ര്യമായിട്ട് കഴിയുന്നത് നമുക്ക് നല്ലൊരു അവസരമാണ് കൈവന്നിരിക്കുന്നത്, നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നിലനിൽപ്പാണ് വലുത്, മറ്റുള്ളവരുടെ പിന്നീട് നോക്കാം, ഇത് നല്ലൊരു അവസരമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രാജേന്ദ്രൻ അങ്ങ് മയത്തിൽ പറയുമ്പോൾ ശാന്ത ഒരുവിധം ഇങ്ങനെ ആലോചിച്ച് അവിടത്തേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഇത്ര പറഞ്ഞിട്ട് നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് ശാരദാമ്മയെ ചതിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെ, പിന്നെ 10 ദിവസം വീണ് കഴിഞ്ഞാൽ ആര് നോക്കും, നിൻ്റെ ചുറ്റും നിൽക്കുന്നവരൊക്കെ ഒരാഴ്ച 2 ആഴ്ച നോക്കും, പിന്നീട് ആരും കാണില്ല, പിന്നീട് ഞാൻ കിടന്ന് ചാവത്തേ ഉള്ളൂ, പിന്നെ ഞാൻ ഒരു മുഴം കയറിലങ്ങ് തീരും, അതിന് നീയാണ് കാരണക്കാരി എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതൊരു നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്, മര്യാദയ്ക്ക് എനിക്ക് കുഞ്ഞിനെ കൊണ്ട് തന്നോളണം എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശാലിനി കുഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നതെന്നുള്ളത്. അന്നേരം വീണ്ടും രാജേന്ദ്രൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നാളെ എനിക്ക് കുഞ്ഞിനെ തന്നോളണം, ഇല്ലെങ്കിൽ നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഇവിടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ശാന്ത ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം രാത്രി കാണിക്കുന്നത് അവിടെ വേലായുധനും ഗോപാലകൃഷ്ണനും കൂടി അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. അന്നേരം വെളിയിൽ നിന്ന് അവർ ഗറിൽ കൂടി നോക്കുമ്പോൾ സെക്യൂരിറ്റി അവിടെ ഇരിപ്പുണ്ട്. ഗോപാലകൃഷ്ണൻ ആകെ പേടിച്ചാണ് വരുന്നത്. അന്നേരം സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയുകയാണ്. അന്നേരം അവനിപ്പോൾ പോവും, ഉറങ്ങാനുള്ള സമയമായി എന്ന് പറയുമ്പോൾ ഈ സെക്യൂരിറ്റി ഇരുന്ന് കോട്ടുമായിടുന്നുണ്ട്. അന്നേരം എന്തേ അവന് ഉറക്കത്തിനുള്ള സിഗ്നൽ കിട്ടി, ഇപ്പോൾ പോകുമെന്ന് പറയുകയാണ്. അന്നേരം കുറച്ച് നേരം കഴിയുമ്പോൾ സെക്യൂരിറ്റി എണീച്ച് പോകുന്നുണ്ട്. അന്നേരം ഞാൻ ഇനി പോയി ഫീസ് വരണമെന്ന് പറയുകയാണ്. ഞാൻ ഗോപാലകൃഷ്ണൻ പോയി ഫീസ് വരുന്നുണ്ട്. അന്നേരം ആ പൂട്ട് പൊളിക്കാനായിട്ട് പോകുമ്പോൾ സൗണ്ട് കേൾക്കില്ലേ ചോദിക്കുക. അന്നേരം ഇതിൽ തുണി ചുറ്റിയാൽ മതി, മരക്കമ്പിൽ, അപ്പോൾ സൗണ്ട് കേൾക്കില്ല എന്ന് പറഞ്ഞ് അവരതിൽ തുണി ചുറ്റിയ പൂട്ടടിച്ച് പൊളിച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ചെരുപ്പ് ഊരാൻ പോകുന്നുണ്ട്. അന്നേരം ചെരുപ്പ് ഊരുന്നോ, കക്കാൻ പോകുമ്പോഴാണോ ചെരുപ്പ് എന്നും പറഞ്ഞ് വേലായുധം ഗോപാലകൃഷ്ണനെ വഴക്ക് പറയുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറിയിട്ട് അവർ ഭണ്ഡാരപ്പെട്ടി പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഒരുപാട് പൈസ. അന്നേരം വേലായുധം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ സപ്താഹം കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് പൈസയുണ്ട്, 100-ൻ്റെ 500-ൻ്റെ ഒക്കെ നോട്ടുണ്ട്, എല്ലാം എടുത്ത് ഒരു ഞാൻ പൈസ കളയണ്ടെന്ന് പറയുകയാണ്. അന്നേരം ഭഗവാന്റെ പൈസയല്ലേ ഇതൊക്കെ, പാവമല്ലേ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പേടിച്ച് ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ഭഗവാൻ എന്തിനാ പണം, ഇത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് എല്ലാം അരി എടുക്കുന്നുണ്ട്. അന്നേരം വേലായുധം അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ഇതിന് പൂട്ടണ്ടേ ചോദിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ചീത്ത പറയുകയാണ്. ഗോപാലകൃഷ്ണനെ വേലായുധം ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് അതുമായിട്ട് അവരിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ പെട്ടെന്ന് 2 പേര് അവിടെ നടന്നു പോകുന്നത് ഗോപാലകൃഷ്ണനാണ് ആദ്യം കാണുന്നത്. ദേ ആരോ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ടോർച്ചടിക്കുമ്പോൾ വേലായുധൻ്റെ മുഖത്താണ് ടോർച്ചടിക്കുന്നത്. അന്നേരം ഗോപാലകൃഷ്ണൻ്റെ കയ്യിലാണ് ഈ പൈസ ഇരിക്കുന്നത്, സഞ്ചിയിൽ പൈസ എടുത്തത്. അന്നേരം വേലായുധം എസ്കേപ്പ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വേലായുധം വെളിയിലോട്ട് ഓടുന്നുണ്ട്. ഈ വന്ന 2 പേര് വേലായുധൻ്റെ പുറകെ ഓടുകയാണ്. ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറിയിട്ട് ആ തിടപ്പള്ളിയാണെന്ന് തോന്നുന്നത്, ഒരു റൂം എന്ന പോലെ അതിനകത്ത് കയറി കഥ അടയ്ക്കുകയാണ്, അടച്ചങ്ങിരിക്കുന്നുണ്ട്. അന്നേരം വെളിയിൽ ശബ്ദമൊന്നും കേൾക്കാതിരിക്കുമ്പോൾ ഗോപാലകൃഷ്ണനാണെങ്കിൽ പെട്ടെന്ന് അത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അതെങ്കിൽ ലോക്ക് വീഴുകയാണ്, തുറക്കാനായിട്ട് പറ്റുന്നുമില്ല. ഭഗവാന്റെ മുതൽ മൊട്ടിച്ചിട്ട് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ധാരി കൂടെ കാണിക്കുന്നു. അയ്യോ ലോക്കായല്ലോ, ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആകെ വെപ്രാളത്തിൽ ഗോപാലകൃഷ്ണൻ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ഇനി പിറ്റേന്ന് രാവിലെ അമ്പലം വന്ന് തുറക്കുമ്പോഴൊക്കെ ആയിരിക്കും ഗോപാലകൃഷ്ണനെ പിടിക്കുന്നത്. പിന്നീട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സീനുമൊക്കെ പിന്നീട് ശാലിനി അറിയുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നീടാണ് ശാലിനി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ മിണ്ടില്ല. അപ്പോൾ ആ ഒരു പൈസ എന്തായാലും അവിടെ കിട്ടില്ല എന്ന് തോന്നുന്നു. വേലായുധൻ്റെ കയ്യിലല്ല പണം പോകുന്നത്, ഗോപാലകൃഷ്ണൻ്റെ കയ്യിലാണ് പൈസ ഇരിക്കുന്നത്. അപ്പോൾ പൈസ തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ വരും. ശാരികയുടെ ഓപ്പറേഷനുള്ള പൈസ കിട്ടത്തുമില്ല. അപ്പോൾ ഇനി അത് ശാലിനി നടത്തുമോ എന്താകുമോ എന്നുള്ളതാണ്. ഇനി ആ അരുണയ്ക്ക് അഡോപ്റ്റ് ചെയ്യാൻ ശാരികയുടെ കുഞ്ഞിനെ അവർക്ക് വളർത്താനായിട്ട് കൊടുക്കുമോ, ഇനി ശാരിക ഇനി എപ്പിസോഡിൽ ഉണ്ടാകുമോ, എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.